അസ്സലാമു അലൈക്കും. ഈസാ നബി ദൈവമല്ലാന്നും അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും തെളിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പക്ഷെ അതിൻ്റെ മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബൈബിളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയ ദൈവം എന്നത് എല്ലാം അറിയാൻ കഴിയുന്നവനാണ്. അഥവാ നമുക്ക് ചുറ്റിലും വലയം ചെയ്യുന്നവനാണ്, നമ്മളെ ഹൃദയത്തെ ചലിപ്പിക്കുന്നവനാണ്, നമ്മളെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ്, ഒരു കാര്യവും അറിഞ്ഞിരിക്കുന്നില്ല, എല്ലാത്തിനെയും സൃഷ്ടിക്കാൻ കഴിയുന്നവനാണ്, മഹനീയമാണെന്ന് പറയുന്നുണ്ട് അവന്റെ നാമം. കാരണം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യവും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ കൈകൾ എന്ന അംശമാണെന്നൊക്കെയാണ് ബൈബിള് പറയുന്നത്. ഇതേ കാര്യം തന്നെയാണ് ഭഗവത്ഗീതയെന്നും ഖുറാനൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് ഈ 3 മതഗ്രന്ഥത്തിൽ സാമ്യതയുള്ള സത്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എടുത്തിട്ട് പറഞ്ഞു തന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വിശുദ്ധ ഖുറാനിലൂടെ ഈസാ നബി പറയുന്നത് നോക്കാം. സൂറ അൽ മാഹിദയില് അധ്യായം 5 116, 117, 118 അള്ളാഹു പറയുന്ന സന്ദർഭം ശ്രദ്ധിക്കുക. മറിയമിന്റെ മകൻ ഈസ അള്ളാഹുവിന് പുറമെ എന്നെയും എൻ്റെ മാതാവിനെയും ദൈവങ്ങളാക്കി കൊള്ളുകയെന്ന് നീയാണോ ജനങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറയും, നീ എത്ര പരിശുദ്ധൻ, എനിക്ക് യാതൊരു അവകാശമില്ലാത്തത് ഞാൻ പറയാവതല്ലോ. ഞാൻ അത് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായും നീ അത് അറിഞ്ഞിരിക്കുമല്ലോ. എൻ്റെ മനസ്സിലുള്ളത് നീ അറിയും, നിന്റെ മനസ്സിലുള്ളത് ഞാൻ അറിയില്ല. തീർച്ചയായും നീ തന്നെയാണ് അദൃശ്യ കാര്യങ്ങൾ അറിയുന്നവൻ. ഈസാ നബി പറയുന്ന അള്ളാഹുവിനോട്, ഞാൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അത് നീ അറിയൂലേന്ന്. എൻ്റെ മനസ്സിലുള്ളത് നിനക്കെല്ലാം അറിയാൻ കഴിയുള്ളൂ, എന്നെ പറ്റിയിട്ട് എനിക്ക് അറിയാൻ കഴിയില്ലല്ലോ എന്നാണ് ഇവിടെ ഈസാ നബി പറയുന്നത്. കാരണം ഇഷ്ടാവിന് നമ്മളെ നല്ല വ്യക്തമായിട്ട് അറിയാൻ കഴിയും. നമ്മളെ രഹസ്യവും പരസ്യവും ഒക്കെ അറിയുന്ന നമ്മൾ 3 മതഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ തെളിവ് വന്നിട്ടുണ്ടായിരുന്നു. ഇനി അതിന് തൊട്ട് താഴെ പറയുന്നത്, നീ എന്നോട് കൽപ്പിച്ച കാര്യം അഥവാ എൻ്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവെ നിങ്ങൾ ആരാധിക്കണം എന്ന കാര്യം മാത്രമേ ഞാൻ അവരോട് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അള്ളാഹു എന്തേ കൽപ്പിച്ചിരുന്നത്? യഥാർത്ഥ രക്ഷിതാവിനെ ആരാധിക്കാനാണ് ഈസാ നബിക്ക് ബോധനം കൊടുത്തിട്ടുള്ളത്. അത് ഈസാ നബി ദൗത്യം നിറവേറ്റുകയും ചെയ്തു. പക്ഷെ ഞാൻ അവർക്കിടയിൽ ഉണ്ടായിരുന്നപ്പോഴൊക്കെ ഞാൻ അവരുടെ മേൽ സാക്ഷിയായിരുന്നു. പിന്നീട് നീ എന്നെ പൂർണ്ണമായി ഏറ്റെടുത്തപ്പോൾ നീ തന്നെയായിരുന്നു അവരെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്. നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. ഞാനുള്ള സമയം വരെ ഇല്ലായിരുന്നു, പക്ഷെ പിന്നീടുള്ള കാര്യങ്ങൾ നിനക്കെല്ലാം അറിയുന്നത് എന്നാണ് ഈസാ നബി അള്ളാഹുവിനോട് പറയുന്നത്. കാരണം നീയല്ലേ നിരീക്ഷിച്ചിരിക്കുന്നത്, നീയല്ലേ എല്ലാം കാണുന്നവരെന്ന്. അപ്പൊ ഈ ഒരു കാര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളത്, സൃഷ്ടാവ് എല്ലാം കാണുന്നവനും അറിയുന്നവനാണ്. ആ സൃഷ്ടാവിനെയാണ് ഈസാ നബി ആരാധിച്ചിരുന്നതും പറഞ്ഞ് അവർക്ക് പ്രബോധനം ചെയ്തു കൊടുത്തിരുന്നതൊക്കെ. നീ എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിന്റെ ദാസന്മാരാണല്ലോ. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ തന്നെയാണല്ലോ പ്രതാപിയും യുക്തിമാനും. ഇപ്പോൾ ഈസാ നബി പറയുന്നുണ്ട്, ശിക്ഷിക്കുകയാണെങ്കിൽ തീർച്ചയായും അവർ നിന്റെ ദാസന്മാരെന്നല്ലേ എന്ന്. അപ്പൊ നീ അവർക്ക് പുറത്തു കൊടുത്തൂടെ എന്നുള്ള രീതിയിലാണ് ഈസാ നബി ഇവിടെ പറയുന്നത്.